ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാമത്തെ തിരുവചനം. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. താബോർ മലയിൽ പ്രാർത്ഥിക്കുന്ന യേശു. അതാ യേശുവിൻ്റെ മുഖം പ്രകാശം കൊണ്ട് നിറയുകയാണ്. വ്യക്തമായി യേശുവിൻ്റെ മുഖം കാണാത്ത വിധം ആ മുഖം വെളിച്ചം കൊണ്ട് നിറഞ്ഞ് തിളങ്ങുകയാണ്. അവൻ ധരിച്ചിരുന്ന വസ്ത്രത്തിലേക്ക് ആ ജ്വലിക്കുന്ന പ്രകാശം അടിച്ച് ആ വസ്ത്രത്തിൻ്റെ വെണ്മ കൂടുതൽ ശോഭിക്കുകയാണ്. ആകെ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച. തങ്ങളുടെ കൂടെ ഇത്രയും നേരം മല കയറുവാൻ തങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച യേശു സാധാരണ പോലെ പ്രാർത്ഥിക്കുവാൻ നിൽക്കുന്നത് തങ്ങൾ കണ്ടതാണ്. എന്നും യേശു തൻ്റെ പിതാവിനോട് ഉയരത്തിലേക്ക് നോക്കി നിന്ന് സംസാരിക്കുന്നതും തങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇത്രയും ഉയരമുള്ള ഒരു മല കയറി വന്ന ക്ഷീണത്തിൽ ഉറക്ക ഭാരത്താൽ തങ്ങളുടെ കണ്ണുകൾ അടഞ്ഞുപോയ ആ 3 പേർക്കും ഭയമുളവാക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ അവർ കാണുന്നത്. തങ്ങളുടെ എല്ലാമായ ഗുരു അതാ മിന്നിത്തിളങ്ങുന്ന പ്രഭാവത്തിൽ പ്രകാശത്തിൻ്റെ ഒരു ആൾ രൂപമായി തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. അവരുടെ കൂടെ അവരുടെ മുന്നിൽ മല കയറി വന്നത് സാക്ഷാൽ ദൈവപുത്രനാണ് എന്ന് അവർ തിരിച്ചറിയുന്ന അവരുടെ ജീവിതത്തിലെ ഒരു ധന്യ മുഹൂർത്തം. ദൈവിക മഹത്വം ആ സാധാരണ മുക്കുവരായിരുന്ന 3 പേർ കാണുന്ന സമയം. സ്വർഗത്തിൻ്റെ വിശുദ്ധിയും മഹിമയും യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വെണ്മയിലൂടെ പ്രകടമാകുന്ന സമയം. പ്രാർത്ഥനയുടെ ശക്തി, പ്രാർത്ഥനയിൽ വെളിപ്പെട്ടു വരുന്ന ദൈവമഹത്വം അനുഭവിക്കുന്ന തൻ്റെ 3 പ്രിയ ശിഷ്യന്മാർ. ഇന്ന് ഒരുപക്ഷെ അവർക്ക് നമ്മോടും പറയുവാൻ കാണും, പ്രാർത്ഥന നമ്മെ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു എന്നുള്ള കാര്യം. അങ്ങനെ ദൈവസന്നിധിയിൽ നമ്മുടെ ആത്മശരീരങ്ങളെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതങ്ങളെയും രൂപാന്തരപ്പെടുത്തും എന്നുള്ള കാര്യം. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥന നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെയോ പ്രശ്നങ്ങളെയോ മാറ്റുന്നുണ്ടാകില്ല എങ്കിലും നമ്മുടെ മനസ്സിൻ്റെ കാഴ്ചപ്പാടിനെ, നമ്മുടെ ജീവിതത്തെ അകത്തുനിന്നും മാറ്റി നമ്മുടെ മുഖഭാവവും നമ്മുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള നമ്മുടെ സമീപനത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥത്തെയും ജീവിതത്തിൻ്റെ ദിശയെയും തന്നെ മാറ്റുവാൻ നാം ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന സമയം, നാം ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന സമയം. യേശു ഉയരത്തിലേക്ക് നോക്കി സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തോട് സംസാരിച്ച പോലെ നമ്മുടെ സന്തോഷങ്ങളെയും നമ്മുടെ ദുഃഖങ്ങളെയും നമ്മുടെ സങ്കടങ്ങളെയും അവൻ്റെ മുൻപിൽ മനസ്സ് തുറന്ന് അകമൊഴിഞ്ഞ് സംസാരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും എന്നും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.